അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ ഈ വാർത്തയിൽ പ്രതികരണം നൽകാൻ വേണ്ടി നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, നിതീഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം നേരത്തെയും ഈ വിധത്തിൽ രാഷ്ട്രീയ മുന്നണികൾ, രാഷ്ട്രീയ പക്ഷങ്ങൾ നിരവധി തവണ മാറിയിട്ടുള്ള ഒരു നേതാവാണ്. അത്തരത്തിൽ അത്ഭുതങ്ങൾ അദ്ദേഹം ചേരി മാറുന്നു എന്ന് പറയുമ്പോൾ അതിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നില്ല ദേശീയ സാഹചര്യങ്ങളിൽ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഇന്ത്യ മുന്നണി BJP-യെ എല്ലാ വിധത്തിലും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നൊരു പ്രഖ്യാപനവുമായി ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെടുന്നു. അതിൻ്റെ മുന്നണിയിൽ നിതീഷ് കുമാർ നിൽക്കുന്നു. അപ്പോൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, നിതീഷ് കുമാർ ഇപ്പോൾ പ്രയോഗിക്കുന്നത് കോൺഗ്രസിനെ വരുതിയിൽ വരുത്താനുള്ള ഒരു പ്രഷർ പൊളിറ്റിക്സ് മാത്രമായി കാണാനാകുമോ, അതോ കാര്യമായ രീതിയിൽ ഉള്ള ചലനങ്ങൾ ഇന്ത്യ മുന്നണിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ചലനങ്ങൾക്ക് സാധ്യതയുണ്ടോ പട്നയിൽ നിന്ന്? അത് ഇന്ത്യ മുന്നണിക്കകത്ത് ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇദ്ദേഹത്തിന്റെ, നിതീഷ് കുമാറിന്റെ ചരിത്രം, സ്വഭാവം ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇപ്പോൾ കേൾക്കുന്ന വാർത്തയിൽ യാതൊരു ആശ്ചര്യം തോന്നുന്നില്ല. അതിൽ ഒരു അവിശ്വസനീയമായ ഒന്നും അതിലില്ല. കാരണം അവർക്ക് എന്തും ആകാം എന്ന അവസ്ഥയാണ്. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം തന്നെ അത് ഒട്ടും മുന്നോട്ട് പോകാത്ത, അല്ലെങ്കിൽ പോകാൻ കഴിയാത്ത രീതിയിലുള്ളതാണ്. ഇപ്പൊ ഇന്നലെ ബംഗാളിൽ നിന്ന് വന്ന വാർത്തകൾ, ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ എന്ന പേര് വരെ നൽകിയ, നാമകരണം വരെ നടത്തിയ ആളാണ് മമതാ ബാനർജി. മമതാ ബാനർജിക്ക് അവിടെ ആരുമായിട്ടാണ് കൂടാൻ കഴിയുക? കോൺഗ്രസുമായി കൂടാൻ കഴിയുന്നില്ല, CPM-മായി കൂടാൻ കഴിയുന്നില്ല. അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രശ്നമുണ്ട്. അവിടെ കൂടുതൽ മെച്ചപ്പെട്ട, ഉറപ്പുള്ള ഒരു മേഖല നോക്കി ഈ ഇത്തരത്തിലുള്ള ഒഴുക്ക് അത് ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വലിയ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും നിതീഷ് കുമാറിന്റെ ഈ യാത്ര. അതിൽ ഇനിയിപ്പോൾ അദ്ദേഹത്തെ തടയാനോ തടുക്കാനോ ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നുമില്ല. ഇത് കുറെ ദിവസങ്ങളായി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെയാണിത്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, അപ്പോൾ ഇന്ത്യ മുന്നണി ഈ വിധത്തിൽ നിതീഷ് കുമാർ പുറത്തു പോകുന്നതോടുകൂടി ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി എന്താണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മമതാ ബാനർജിയുടേതൊരു പ്രഷർ പൊളിറ്റിക്സ് എന്ന വ്യാഖ്യാനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നിതീഷ് കുമാർ പുറത്തു പോകുന്നതോടുകൂടി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസുമായി നേരിട്ട് ഫൈറ്റ് നടത്തിയിരുന്ന, കോൺഗ്രസുമായി അതൃപ്തി നിലവിലും പരസ്യമാക്കിയിട്ടുള്ള നേതാക്കൾ എങ്ങനെ തുടരും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ അവരുടെ രാഷ്ട്രീയ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ BJP-യെ 2024 അധികാരത്തിൽ നിന്ന് പുറത്തു മാറ്റുവാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ വൈര്യങ്ങളും മാറ്റിവെച്ച്, ആശയപരമായ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരു BJP മുന്നണിയായി മാത്രം ഉയർന്നു വന്നതാണ് ഇന്ത്യ മുന്നണി. അപ്പോൾ അതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും? എങ്ങനെയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന, ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ഇനി BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിക്കുക? പ്രതിപക്ഷ കക്ഷികൾക്ക് അതിനുള്ള കെൽപ്പുണ്ട് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. കെൽപ്പ് മാത്രമല്ലല്ലോ, അതിനുള്ള ഒരു ഇച്ഛാശക്തി വേണ്ടേ, വിൽ പവർ എന്നൊക്കെ പറയുന്നത്. അതെവിടെ? NDA അല്ലെങ്കിൽ BJP-യെ അധികാരത്തിൽ നിന്ന് മാറ്റണം എന്നതിനേക്കാൾ കൂടുതൽ തങ്ങളിൽ ആർക്ക് അധികാരം കിട്ടും, ആര് പ്രധാനമന്ത്രിയാകും എന്ന വളരെ ഹ്രസ്വമായ, സ്വാർത്ഥമായ ചിന്ത മാത്രമല്ലേ ഉള്ളൂ. പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇപ്പൊ 1977 അതൊരു സുപ്രീം സാക്രിഫൈസ് ആണ്. അവിടെ യോജിച്ച പാർട്ടികൾ അവരുടെ പ്രത്യേകമായ അസ്തിത്വം ഇല്ലാതാക്കി, അവരുടെ ഭരണഘടനയും പതാകയും കത്തിച്ച് ആചാരം ഗംഗയിൽ ഒഴുക്കി, അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ചടങ്ങുകൾ. അപ്പോൾ അങ്ങനെ 2004 സംഭവിച്ചത് എന്താണ്? ആ മുന്നണി രൂപീകരിക്കാൻ മുൻകൈയെടുത്ത CPM, ഇടതുപക്ഷ കക്ഷികൾ, അവിടെയും സാക്രിഫൈസ് ആയിരുന്നു. ഞങ്ങൾക്കൊന്നും വേണ്ട, നമുക്ക് ഒരേ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യം സാധിക്കുക. അങ്ങനെ ഒരു മനോഭാവം ഇപ്പോഴുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ യുദ്ധം നടക്കുന്നത് കോൺഗ്രസും CPM-ഉം തമ്മിലാണ്. അവർ രണ്ടുപേരുമാണല്ലോ ഇന്ത്യ മുന്നണിയിൽ വരേണ്ടവർ. ആ രീതിയിൽ നോക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തുമുള്ള നേതാക്കന്മാർ, അത് നിതീഷ് കുമാർ ആയാലും മമതാ ബാനർജി ആയാലും ഇനി മറ്റാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം ഉള്ളിലിരിപ്പ് ആര് പ്രധാനമന്ത്രിയാവണം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിന്, മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന്, തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന്, ഓരോരുത്തരെയായി കെണിയിൽപ്പെടുത്തുന്നതിന് നല്ല സാമർഥ്യമുള്ള പാർട്ടിയാണ് BJP. എല്ലാ സൗകര്യങ്ങളോടും കൂടി അവർ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നു. അതുകൊണ്ട് അവർക്കെതിരെ ഒരു മുന്നണി രൂപീകരിച്ച് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇനിയുള്ള ഏതാനും ആഴ്ചക്കാലം
മതിയാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, വളരെ നന്ദി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ. താങ്കളുടെ പ്രതികരണം, നിരീക്ഷണം അറിയിച്ചതിന്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. നോബൽ, RJD എന്ന് പറയുന്നത് UPA-യിലെ കോൺഗ്രസിന്റെ ഘടകകക്ഷിയായിട്ടുള്ള ഒരു പാർട്ടിയാണ്. RJD-യുമായി ചേർന്നുകൊണ്ടാണ് ബീഹാറിൽ ഭരണം നടത്തുന്നത്. JDU നിലവിൽ ഭരണം നടത്തുന്നത്. തേജസ്വി യാദവ്, ലാലു പ്രസാദ് യാദവിന്റെ മകൻ അവിടെ ഉപമുഖ്യമന്ത്രിയാണ്, നിതീഷ് കുമാറിന്റെ മന്ത്രിസഭയിൽ. അപ്പോൾ മന്ത്രിസഭ പിരിച്ചുവിടാൻ ഉള്ള ശുപാർശ ഉൾപ്പെടെ നടത്തണം, അല്ലെങ്കിൽ മന്ത്രിസഭ പിരിച്ചുവിടണം എന്ന ഉൾപ്പെടെയുള്ള ഉപാധികൾ BJP JDU-ന് മുമ്പിൽ, നിതീഷ് കുമാറിന് മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ പൂർണ്ണമായ രീതിയിൽ അത്തരം ചർച്ചകൾ എല്ലാം തന്നെ പ്രാരംഭഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി ഡൽഹിയിലെത്തിയൊരു പ്രഖ്യാപനത്തിലേക്ക് അത് കടക്കുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ബിനിൽ, ഒരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും അത്തരത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഉൾപ്പെടെ നിതീഷ് കുമാർ മാറി നിൽക്കണം എന്ന ചില ഫോർമുലകൾ BJP വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വി യാദവിൻ്റെ ഉപമുഖ്യമന്ത്രി പദം ഉൾപ്പെടെ ആ സർക്കാർ പൂർണ്ണമായും താഴേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മഹാഗഡ്ബന്ധൻ ഒരിക്കൽ കൂടി ബീഹാറിൽ പരാജയപ്പെടുന്നൊരു കാഴ്ച കൂടി എന്താണെങ്കിലും കാണേണ്ടി വരും. ഒരിക്കൽ ഇതേ മഹാഗഡ്ബന്ധൻ പൊളിച്ചുകൊണ്ടാണ് നിതീഷ് കുമാർ NDA-ക്ക് ഒപ്പം പോയത്. പിന്നീട് 2022-ൽ മടങ്ങി വന്നു. ഇനിയിപ്പോൾ വീണ്ടും അദ്ദേഹം NDA-ക്കൊപ്പം പോവുകയാണെങ്കിൽ അത് തീർച്ചയായും മറ്റൊരു ചരിത്രം കൂടിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും നിലവിൽ ദില്ലിയിൽ എത്തി ചർച്ചകൾ നടത്തും. ആ ചർച്ചകളിൽ ഫോർമുലകൾ പൂർണ്ണമായി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ നിതീഷ് കുമാർ NDA-ക്കൊപ്പം പോകും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ എന്തെല്ലാമായിരിക്കും അതിലെ ഫോർമുലകൾ എന്ന കാര്യം ഒരു സസ്പെൻസായി തന്നെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. നിലവിൽ ലഭിക്കുന്ന വിവരം പ്രകാരമാണെങ്കിൽ മുഖ്യമന്ത്രി പദം ഉൾപ്പെടെ ഉപേക്ഷിച്ച് നിതീഷ് കുമാർ എത്തണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പക്ഷേ നേരത്തെ, അതായത് അവസാന തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന് വലിയ നഷ്ടം BJP-ക്കൊപ്പം പോയതിന് പിന്നാലെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ അന്ന് ആ പാർട്ടിക്കുണ്ടായി. അതിന് പിന്നാലെയായിരുന്നു എന്താണെങ്കിലും ഈ ബന്ധങ്ങൾ ഉലയുകയും പിന്നീട് അദ്ദേഹം മഹാഗഡ്ബന്ധൻ രൂപീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയും ചെയ്ത് അവിടെ എത്തുമ്പോഴും പ്രധാനമന്ത്രി പദം എന്ന വലിയ മോഹം നിതീഷ് കുമാറിന് ഉണ്ടായിരുന്നു. എന്താണെങ്കിലും നിലവിൽ ഈ മോഹങ്ങളെല്ലാം ഉപേക്ഷിച്ചാണോ നിതീഷ് കുമാർ NDA-ക്കൊപ്പം പോവുക എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്താണെങ്കിലും നോബൽ മാരിക്കാരനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വലിയ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് നിതീഷ് കുമാർ. പലതവണ പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ടുകൊണ്ട് പല രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. വർഷങ്ങളോളം ഈ വിധത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും എന്താണ് ബീഹാറിൽ സംഭവിക്കുക എന്നുള്ളത് രാഷ്ട്രീയ കൗതുകമായി തന്നെ നിൽക്കുകയാണ്.